ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും വെള്ളപ്പൊക്കും വെള്ളം മുറ്റത്തും അകത്തും പുറത്തൊക്കെ വെള്ളമായിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന കാലമാണ്. ഇഷ്ടംപോലെ ഉരുൾപൊട്ടലും ഇവിടെയും വെള്ളത്തിൻ്റെ നല്ലോണം മഴയല്ലായിരുന്നു. അപ്പോൾ മഴയൊക്കെ മാറി ഇങ്ങനെ സെറ്റ് ആവണുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ഇതിന് മുമ്പ് ഒന്ന് കടപ്പുറത്ത് പോയതട്ടെ. വലിയ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായപ്പോൾ കടപ്പുറത്ത് പോയതായിരുന്നു. ഇതിൻ്റെ മുമ്പ് കുറച്ചായി പോയിട്ട്. അപ്പോൾ ന്യൂ ലുക്ക് ഹോട്ടലിലൊന്ന് കയറിയിട്ട് കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ന്യൂ ലുക്ക് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം കേട്ടോ. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറാട്ടയും ഞാനും ചിക്കൻ്റെ ബട്ടർ ചിക്കനുമാണ് കേട്ടോ. ചിക്കൻ്റെ ഗ്രേവി ആക്കിയാൽ ബട്ടർ ചിക്കനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് എല്ലാവരും കഴിക്കാനൊരുങ്ങുന്നു. അപ്പോൾ ഫുഡൊക്കെ അടിപൊളി ഫുഡാട്ടോ. അവിടെ നൈറ്റ് ആംബിയൻസ് നല്ലൊരു സെറ്റ് ആംബിയൻസ് ഇട്ടാ, കുഴപ്പമില്ലാതെ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല സെറ്റപ്പ് ആംബിയൻസ് ഒക്കെ ഉണ്ട്. പിന്നെ പുറത്തത്തെ കാര്യം കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും, കുട്ടികളെല്ലാവരും ഉണ്ട്, ഞാനുണ്ട്, കുഞ്ഞിപ്പിൻ്റെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ കഴിക്കണമുണ്ട്, അവിടെ കിടന്ന് മറിയണമുണ്ട്. എല്ലാം കൂടി അമർന്നിരുന്ന് കഴിക്കണമെന്ന് ഞാൻ വായിലൊത്തിരി പൊറാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ആ ചെയറിൽ കിടന്ന് അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് ഒക്കെ നല്ല ടയേർഡാ. തിരിച്ച് പോരുമ്പോഴാണ് ഞങ്ങൾ ഫുഡിന് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഇനി കടപ്പുറത്തെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ അതേ കടപ്പുറത്ത് കയറിയിട്ടുണ്ട്. കടപ്പുറത്ത് അവിടെ ഒരു തോണി പോലെ കരിങ്കൽപ്പാറയിൽ കൊത്തിയിട്ട് തോണി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കോഴിക്കോട് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല കടപ്പുറല്ലേ. അപ്പോൾ ഈ നൈറ്റ് കോഴിക്കോട് കടപ്പുറത്ത് പോകുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഭയങ്കര രസം വെച്ചാൽ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാട്ടോ കോഴിക്കോട് കടപ്പുറം കാണാൻ പോകുമ്പോൾ. നൈറ്റ് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ത്രില്ലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊരു ചെറിയ, ഇപ്പോൾ കുറച്ചായി പോയിട്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ സവാരി നടത്താറുണ്ട്. പിന്നെ എങ്ങോട്ടെങ്കിലും പോവുക വിചാരിച്ചാൽ അപ്പം ഇറങ്ങി പുറപ്പെടും. ആരെങ്കിലും പോവുകയാണെന്നും പറഞ്ഞാലും കൂടെ പോകും, അങ്ങനെയാണ്. അപ്പോൾ കടപ്പുറം കാണാൻ പോകുമ്പോൾ അത് വേറെ രസം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി പോകണം, കുട്ടികളും കൂടി ഉണ്ടായ പ്രത്യേകിച്ച് രസം. ഇപ്പം ഞാൻ ഇവിടെ ഒരു സെറ്റപ്പ് കാഴ്ച കണ്ടിട്ട് ന്യൂ ജനറേഷൻ മക്കളെ ഇതൊക്കെ കച്ചവടമൊക്കെ ആയിട്ടിരിക്കണം. എന്താ വെച്ചാൽ ബിസിനസ്സാണ് അവർക്ക്. ചെറിയ പെൺകുട്ടികളായിട്ടാണ്, ഡിഗ്രിയൊക്കെ പഠിക്കണ പെൺകുട്ടികളായിരിക്കും കേട്ടോ. അപ്പോൾ അവർ ആ ഒരു ത്രില്ല് കണ്ടപ്പോഴേ എനിക്ക് നല്ല സന്തോഷമായത്. അവർ പഠിക്കണോണ്ട് വൈകുന്നേരം കച്ചവടം ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ വട്ടച്ചെലവിന് അവർ പഠിക്കാനുള്ള ക്യാഷ് അവരുണ്ടാക്കണം. അപ്പോൾ നല്ല ബെസ്റ്റ് കുട്ടികളല്ല അവർ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള കുട്ടികളാണ്. അപ്പോൾ അതായത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇതായത് ഇവിടെ നമ്മൾ ഈ കടപ്പുറത്ത് സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കടലിന് തിര വരികയാണ് കേട്ടോ. തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. സൈഡിൽ കച്ചവടക്കാരും കണ്ട് അതെന്താ കമ്മൽ, മാല, വള, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ എന്തൊക്കെ വേണ്ടതൊക്കെ ഉണ്ട്. പിന്നെ അതിലിങ്ങനെ നടക്കുമ്പോൾ കുട്ടികളെ കരുപ്പിക്കാൻ വേണ്ടി കുട്ടികളെ കളിക്കുന്ന സാധനങ്ങൾ, കാറ്റാടി, കടലിലെ കാറ്റ് ഇങ്ങനെ വരുമ്പോൾ കാറ്റാടി ഇങ്ങനെ കറങ്ങണമൊക്കെ പമ്പരം പോലെ, അതിങ്ങനെ കാറ്റാടി എന്നും പറയാം, പമ്പരം എന്നും പറയാം, ഒക്കെ പറയട്ടെ. അങ്ങനെ ഞങ്ങൾ കടപ്പുറത്ത് ഇങ്ങനെ പോകണം. ഞങ്ങൾ ഓരോ ഏരിയയിലിട്ട് പോവണേ. അപ്പോൾ നമ്മൾ കച്ചവടക്കാരൊക്കെ തിരഞ്ഞിട്ടാണ് പോകട്ടെ. പിന്നെ കടപ്പുറത്ത് കുറേ നേരം കാല് നീക്കിയിരിക്കട്ടെ. നമ്മളവിടെ പോയാൽ അതിനെന്തെങ്കിലും വിരിപ്പൊക്കെ വിരിച്ചിട്ട് നമ്മളവിടെ അങ്ങനെ കാല് നീട്ടി ഇങ്ങനെ കടലൊക്കെ നോക്കിയിരിക്കട്ടെ. അപ്പോൾ അവിടെ മണ്ണപ്പം ചുട്ട് കളിക്കണവരുണ്ട്, കാണാൻ വരുന്നവരുണ്ട്, ആ വെള്ളത്തിലോട്ട് ഇറങ്ങി കുളിക്കണ കുട്ടികളുണ്ട്. ഇത്ര നൈറ്റ് സമയമായിട്ട് എത്രയോ മക്കൾ വെള്ളത്തിലിറങ്ങി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പിന്നെ റിൻഷക്കും റയാനും റിഷാനൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഇറങ്ങിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ കാല് നനച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളവിടെ കോഴിക്കോട് പോയാൽ നമ്മളൊരു ഫേവറേറ്റ് ആണല്ലേ കല്ലുമ്മക്കായ വാങ്ങി കഴിക്കൽ. അങ്ങനെ കല്ലുമ്മക്കായ വാങ്ങി കഴിച്ച് പിന്നെ ഗ്രീൻ പീസ് വാങ്ങി കഴിക്കുന്നുണ്ട്. ഗ്രീൻ പീസിന് ഞങ്ങളിവിടെ പുൽക്കരണി എന്നും പറയും കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസ് വാങ്ങി കഴിച്ച്, കല്ലുമ്മക്കായ വാങ്ങി കഴിച്ച്, ഉപ്പിലിട്ടത്, പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ കുട്ടികളും വാങ്ങി കഴിച്ച്, ഞങ്ങളും വാങ്ങി കഴിച്ച്. അങ്ങനെ കടപ്പുറത്ത് പോയി നമുക്ക് ആവശ്യമുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ കണ്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.